അന്നിങ്ങനെ ലിക്വിഡ് ഇട്ട് തേക്കണം വിളിക്കണം. നല്ല ചൂടാണ്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ദുബായിലെ ഫ്ലാറ്റിലെ ചെറിയൊരു കിച്ചണാണിത്. അപ്പോൾ വളരെ സ്പേസൊക്കെ കുറഞ്ഞ ഒരു ചെറിയൊരു കിച്ചണാണിത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് സൺഡേയും കൂടിയാണ്. അപ്പോൾ എല്ലാ സൺഡേയും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലീനിങ് പരിപാടിയായിട്ടാണ് ഇങ്ങനെ പോവാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു കിച്ചണ് നല്ല അടിപൊളിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ നോമ്പിൻ്റെ മുമ്പിലാണ് ഇത് ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തത്. അതിന് ശേഷം ഡീപ്പ് ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കബേർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുന്ന അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ അതിന് നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴേക്കും എല്ലാം ഒന്ന് സെറ്റായിട്ടൊക്കെ കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അല്ലെങ്കിൽ കിച്ചണൊക്കെ നല്ല ക്ലീനായി കിടക്കുന്ന കാണുമ്പോഴേ നമുക്ക് അവിടെ പോയി എന്തെങ്കിലും ഒന്ന് പണിയെടുക്കാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു മൂഡ് ഇൻട്രസ്റ്റൊക്കെ വരും. അങ്ങനെ ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇത് രാവിലെ ഞാൻ എൻ്റെ ഫ്രണ്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊടുത്തു വിട്ടത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് പേപ്പറിൽ ഇതുപോലെ ഇങ്ങനെ ചൂടാറാൻ വേണ്ടി വെച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ ഇത് ബോട്ടിൽ ഫില്ലാക്കി എടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. മല്ലിപ്പൊടിയും മുളക് പൊടി ഇതുപോലെ ഇങ്ങനെ വറുത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് കുറേ നാൾ കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും. അതുപോലെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൊണ്ടുവന്നാൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ മക്കളൊക്കെ എണീച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളെല്ലാവരും കഴിച്ചു. അപ്പോൾ അതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെയാണ് ഈ സിങ്കിൽ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു പണിയാണ് ഈ പാത്രം കഴുകൽ. എന്നാലും പിന്നെ വേറെ ആരും ഇല്ലല്ലോ ചെയ്യാൻ, നമ്മൾ തന്നെ ചെയ്തെടുക്കേണ്ടതെന്ന് വിചാരിച്ച് ആ പണിയൊക്കെ ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ മക്കളൊക്കെ കൊണ്ടിങ്ങനെ പാത്രങ്ങളൊക്കെ കഴിപ്പിക്കും. പിന്നെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പിന്നെ അവരും ചെയ്ത് തരും. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് അവരെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല, കാരണം എനിക്ക് ഈ പണികളൊക്കെ ചെയ്ത് തീർക്കേണ്ടതല്ലേ. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനൊന്ന് വേഗം ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെ പണികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ സിങ്കും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചപ്പോൾ ഫസ്റ്റ് ചെയ്ത് വെച്ച ഈ കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിങ്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഞാൻ വാഷ് മെഷീനിൽ തുണി കുറച്ച് കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴുകി ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അതെടുത്തൊന്ന് അയൽ വിരിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് പിന്നെ എനിക്ക് ചെറിയൊരു ബാൽക്കണി ഇതേപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ അയലൊക്കെ കെട്ടി നമ്മൾ നാട്ടിലൊക്കെ തുണി ആറിയിടുന്ന പോലെയാണ് ഞാൻ ഇവിടെയും ചെയ്യാറ്. അങ്ങനെ തുണിയൊക്കെ ആറിയിട്ടു. ഇടിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു ബാൽക്കണി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഉണ്ടായിന്. അപ്പോൾ ഞാനിതിന് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഞാനിതാ പിന്നെ തുണിയൊക്കെ ആറിയിട്ട് വരുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫുള്ള് ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും മുകളിലാണ് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നിന്നേ തുടങ്ങി ഇങ്ങനെ താഴേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാം എൻ്റെ എന്താ പറയില്ല, നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് തള്ളി വെക്കണമല്ലോ. അപ്പം ഞാനത് ഈ ഒരു സ്പേസിലാണ് എല്ലാം തള്ളി വെക്കാറുള്ളത്. എനിക്ക് കാരണം ചെറിയ കിച്ചൺ ആയതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ സ്പേസൊന്നുമില്ല. അപ്പോൾ ആ ഉള്ള സ്ഥലമൊക്കെ അതിങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് നിറക്കും. അപ്പോൾ ഹസ്ബൻഡ് അതൊക്കെ എടുത്ത് മാറ്റി അടക്കെ ഇങ്ങനെ തുണി വെച്ച് തുടച്ച് ക്ലീൻ ചെയ്യാണ്. അന്നിങ്ങനെ ലിക്വിഡ് ഇട്ട് തേക്കണം വിളിക്കണം. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞ് കുറേ നാളായില്ലേ. അപ്പോൾ ഈ ആടൊക്കെ നല്ലോണം പൊടികളൊക്കെ ഇങ്ങനെ പിടിച്ച് എന്താ പറയല് നല്ല കച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളും പിന്നെ ഞാൻ ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ ഇതുപോലെ സെറ്റാക്കി വെച്ചു. അങ്ങനെ ആ മുകള ഭാഗം അത്രയും ക്ലീൻ ചെയ്ത് എടുത്തു ആ സമയം കൊണ്ട്. അങ്ങനെ ഹസ്ബൻഡ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഞാൻ പിന്നെ ഉച്ചക്കേക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നൊരു മീൻ കറിയൊക്കെ റെഡിയാക്കി. അപ്പോൾ കുട്ടികൾക്ക്
മദ്രസ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഉച്ചയാകുമ്പോഴേക്കും മദ്രസയിലേക്ക് പോകണം. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് അവർ പോകാറുള്ളത്. അങ്ങനെ ആ ടൈമിലേക്ക് ഞാനിത് വേഗം ഒരു മീൻ കറിയും അതിലേക്കൊരു വെജിറ്റബിൾ മിക്സ്ഡ് വെജിറ്റബിൾ എന്താ പറയല് തോരനൊക്കെ നമ്മൾ വെക്കാറില്ലേ, നമ്മൾ വറവ് എന്ന് പറയും. അപ്പോൾ അതും ഉണ്ടാക്കിയെടുത്തപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ കോളിഫ്ലവറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വെജിറ്റബിൾ തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ അത് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കഴുകി വെച്ച മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കറികളും ഞാൻ ഒരേ ടൈമിലാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നുള്ളത്. കാരണം ഈ കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടി ചെയ്യാൻ. ഞാൻ അധികം ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് പരിപാടികളൊക്കെ സൺഡേ ആണ് ചെയ്യാറുള്ളത്. കാരണം അന്ന് നമുക്ക് ആരെങ്കിലുമായിട്ട് ഹെൽപ്പിന് ഉണ്ടാവുമല്ലോ, മക്കളോ ഹസ്ബൻഡോ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഇത് എല്ലാ പണിയും കൂടി ചെയ്യൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ സൺഡേയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നത്. അങ്ങനെ പിന്നെ ഇതാ പച്ചക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എണിക്കുന്നതിന് മുമ്പേ ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ കറികൾ പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം കറികളും ആയി. പിന്നെ അതിൽ നിന്ന് കുറച്ച് മീനൊക്കെ ഞാൻ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതും ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ഞാൻ ചെയ്തത്. അപ്പം പിന്നെ അതിന് ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നുള്ളത്. അത് പെട്ടെന്ന് തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ ആദ്യം ഈ ബോട്ടിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊക്കെയായിരുന്നു പരിപാടി. പിന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. കാരണം എല്ലാം കുറേ നാളായിട്ടൊന്നും അങ്ങനെ സെറ്റാക്കി വെക്കാത്തതുകൊണ്ട് എന്തെല്ലോ ആയി കിടക്കുകയായിരുന്നു എൻ്റെ കബേർഡൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല അടക്കി ഒതുക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നാട്ടിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരുക്കി വെച്ച് പോകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അങ്ങനെ വലുതായിട്ട് കച്ചറോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലെ കുറച്ച് പൊടികളും കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ബോട്ടിൽസൊക്കെ ഇതുപോലെ തുടച്ച് ഞാൻ വെക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണിത്. ഇതുപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനും ക്ലീൻ ചെയ്ത് വെക്കാനും ഇങ്ങനെയുള്ള പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഇപ്പം തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡെയിലി നമുക്കിതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിലൊരു ദിവസം ഇങ്ങനെ ഡീപ്പ് ക്ലീൻ അങ്ങനെയൊക്കെ ചെയ്ത് പോലാണ്. അല്ലാത്ത ദിവസങ്ങൾ അന്നന്ന് ചെയ്യുന്ന പണി അന്നന്ന് വൃത്തിയോട് കൂടി ചെയ്ത് വെക്കും. അങ്ങനെ എൻ്റെ കുറച്ച് സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് തീർന്നു പോയാൽ പിന്നെ ഗ്രോസറിക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോട്ട് ചെയ്ത് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. പിന്നെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ അങ്ങനെ ഇപ്പുറത്തെ സൈഡിലുള്ള വാളൊക്കെയാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. കാര്യങ്ങളൊക്കെ അവിടെ ക്ലീൻ ചെയ്തു. അങ്ങനെ ഒരുവിധം അവിടെ എല്ലാം സെറ്റാക്കി എടുത്തു. ഈ പറഞ്ഞ പോലെ എനിക്ക് കിച്ചണിൽ കബേർഡൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഉള്ള സ്ഥലം എങ്ങനെ മാക്സിമം നല്ല രീതിയിൽ യൂസാക്കി. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഇപ്പം എന്താ പറയുക, നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് റിഫ്രഷ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ആക്കി ഞാനിത് ഇതുപോലെ ബോട്ടിൽ സെറ്റാക്കി വെക്കും. അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് ഇപ്പം ലെമൺ, കുക്കുംബർ, പുതിന, പിന്നെ കുറച്ച് സാൾട്ടും ചാറ്റ് മസാലയും ഇട്ടിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, കുറച്ച് നല്ലൊരു എനർജറ്റിക് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഇതിങ്ങനെ ഉണ്ടാക്കിയ ബോട്ടിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ കുട്ടികൾക്കായാലും നമുക്കായെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഇരുന്ന് എടുത്ത് കുടിക്കാറ്. പിന്നെ മധുരം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കുറച്ച് മധുരമൊക്കെ ഇട്ട് കഴിക്കാം. ഞാൻ പിന്നെ മധുരം ഉപയോഗിക്കൽ കുറച്ച് കുറവാണിപ്പം. അതുകൊണ്ട് മധുരം ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ഇപ്പം ഈ സൈഡുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പണി ഇതേപോലെ നിലം ക്ലീൻ ചെയ്യലാണ്. അപ്പം ആദ്യം അടിച്ചു വാരി പിന്നെ ഞാൻ അത് നല്ലോണം ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഇവിടെ ദുബൈയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കൂറശല്യമുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ക്ലീനിങ് കുറവ് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കോക്രോച്ചിൻ്റെ ശല്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ അടിച്ച് എല്ലാം ക്ലീൻ ചെയ്തു. അതിന് ശേഷം നല്ലോണം തുടച്ചെടുത്തു. മാറ്റൊക്കെ ഞാൻ ചേഞ്ചാക്കി ഈ സമയം.
അങ്ങനെ എൻ്റെ കിച്ചണ് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ നല്ല പെർഫെക്റ്റായി ചെയ്ത് കഴിഞ്ഞു. ഈ കാണുന്ന ഇത് ഷോപ്പീസ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടാലും അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു കുഞ്ഞു കിച്ചണിലെ പരിപാടികളൊക്കെ. അപ്പോൾ നിങ്ങളുടെ കിച്ചണിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരാണോ, അതല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവരാണോ, അതെല്ലാം മാസത്തിലൊരിക്കോ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇതൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഈ ഒരു കബേർഡ് സെക്ഷൻ ഫുള്ളായിട്ട് എൻ്റെ മക്കൾ ലഞ്ച് ബോക്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിപ്പോൾ എൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ കബേർഡിൻ്റെ ഒക്കെ അവസ്ഥ. അപ്പോൾ നേരത്തെ കണ്ട കിച്ചണിൽ നിന്നും നല്ല അടിപൊളിയാക്കി എൻ്റെ കിച്ചണ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മൊത്തത്തിലുള്ള കിച്ചൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് എൻ്റെ കിച്ചൻ്റെ ഇപ്പോഴത്തെ ഈ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.